ദീപക്, ഒരു ജനസാഗരം തന്നെ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചകൾ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി നമ്മൾ രാവിലെ തൊട്ട് കാണുന്നുണ്ട്. നിലവിൽ എന്താണ് സത്യപ്രതിജ്ഞ അവസാനിച്ചു, ആളുകൾ പോയി തുടങ്ങിയോ? ഈ പറയുന്നത് പോലെ ചാണ്ടിയുമ്മൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ നേരത്തെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും പിരിഞ്ഞു പോയോ? സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ചാണ്ടിയുമ്മൻ ഈ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോഴാണ് 24 ചേരുന്നത്. ചാണ്ടി നന്നായി വേർത്തിട്ടുണ്ട്, നന്നായി സെൽഫി എടുത്ത് വേർത്തതാണ്. പിന്നെ അങ്ങ് മന്ത്രിസഭയിൽ എത്തുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. അവസാന നിമിഷമായിരുന്നു ആ മാറ്റം. എനിക്ക് അങ്ങനെ അറിയിപ്പുണ്ടായിട്ടില്ല. നിങ്ങൾ മാത്രമാണ് വാർത്ത കൊടുത്തത്. വളരെ ഖേദകരമാണ് നിങ്ങൾ ഈ തരത്തിൽ കാരണം സോഴ്സ് എവിടെയെന്ന് അറിയാതെ വാർത്ത കൊടുക്കുന്നത്. വളരെ ഖേദകരമാണ്. എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു ചാണ്ടിയുമ്മൻ മന്ത്രിസഭയിലുണ്ടാവും. എൻ്റെ അടുത്ത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്ത് എൻ്റെ ലീഡർഷിപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ വാർത്ത കൊടുത്തു, ജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു എന്താ പറയുക പ്രതീക്ഷ കൊടുത്തു. എനിക്ക് തുടക്കം തൊട്ട് അറിയാവുന്ന കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഉണ്ടായില്ല എന്ന് തന്നെയായിരുന്നോ ചാണ്ടിയുമ്മന്റെ പ്രതീക്ഷ? ഇത് വളരെ ആസൂത്രിതമായി ഈ വാർത്ത ഇങ്ങനെ പ്രചരിപ്പിച്ച് ഞാനെന്തോ ആഗ്രഹിക്കുന്നു, ഞാനെന്തോ ശ്രമിച്ചു, ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്നു എന്ന തരത്തിൽ പ്രചരണം നടത്തിയത് മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു വീഴ്ച ഉണ്ടായോ? മാധ്യമങ്ങൾ മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളുടെ പറഞ്ഞിരുന്നു ചാണ്ടിയുമ്മൻ. നേതാക്കളുടെ പേര് പറയണം. അത് അങ്ങനെ നിങ്ങൾ മാധ്യമങ്ങൾ സോഴ്സ് ഇല്ലാതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. വെറുതെ നേതാക്കളെ കുറ്റം പറയരുത്, പാർട്ടിയെ കുറ്റം പറയരുത്. എൻ്റെ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വളരെ മാനസികമായി, കാരണം എൻ്റെ പിതാവ് അദ്ദേഹം ജനങ്ങളുടെ ഇടയിലാണ് ജീവിച്ചത്. സ്ഥാനത്തിനപ്പുറം ജനങ്ങളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ജീവിച്ചത്. ഇന്നും അദ്ദേഹം അങ്ങനെയാണ്. എനിക്കും സ്ഥാനത്തെക്കാട്ടി വലിയ സ്ഥാനം ജനമനസ്സിലുണ്ട്. ആ സ്ഥാനം മാത്രം എനിക്ക് മതി. ജനമനസ്സിലുള്ള സ്ഥാനവുമായി മുന്നേറുന്നതാണ് പറയുന്നത്. ഇപ്പൊ മന്ത്രിസഭ സത്യപ്രതിജ്ഞ കഴിഞ്ഞു. അവർക്ക് നൽകാവുന്ന അങ്ങയുടെ ചാണ്ടിയുമ്മന്റെ ഒരു നിർദ്ദേശം എന്താണ്? അത് ഈ ഒരു 5 ഗ്യാരണ്ടീസ്, ഉമ്മൻചാണ്ടി ഹെൽത്ത് സ്കീം അടക്കം, ഇൻഷുറൻസ് അടക്കം 5 ഗ്യാരണ്ടീസും നടപ്പിലാക്കണം. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. എനിക്ക് ഉറപ്പുണ്ട് ഉമ്മൻചാണ്ടി കിട്ടിയ മാൻഡേറ്റ് ആണിത്. അതേപോലെ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ അവരും പ്രവർത്തിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. താങ്ക് യു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ മാൻഡേറ്റ് ആണിത്, അതുകൊണ്ട് തന്നെ അതുപോലെ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ചാണ്ടിയുമ്മൻ മറ്റൊരു കാര്യം കൂടി പറയുന്നു. എൻ്റെ പപ്പ ഉമ്മൻചാണ്ടി ജനങ്ങളിലാണ് ജീവിച്ചത്, അതുപോലെ മന്ത്രിസഭയിൽ സ്ഥാനമില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ അംഗീകാരമുണ്ടെന്ന് ചാണ്ടിയുമ്മൻ 24 പറയുകയാണ്. ദിൽന. ശരി, ചാണ്ടിയുമ്മനാണ് ദീപക് ധർമ്മടത്തിനോടൊപ്പം ചേർന്നത്. എന്തായാലും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന രീതിയിൽ പ്രചരിച്ച വാർത്തകൾ അത് തെറ്റ്, അങ്ങനെയൊന്നുണ്ട്, അത് അഭ്യൂഹങ്ങൾ മാത്രമായിരുന്നു എന്ന് പറയുകയാണ് അദ്ദേഹം. ഒപ്പം 5 ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചത് അത് നടപ്പിലാക്കണമെന്ന് കൂടി അദ്ദേഹം ഈ സർക്കാരിന് മുന്നിൽ വെക്കുകയാണ്. നേരത്തെ സ്വന്തം വീട്ടിൽ നിന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് നടന്നുകൊണ്ടുവന്ന ചാണ്ടിയുമ്മൻ നമ്മൾ കണ്ടിട്ടുണ്ട്. എപ്പോഴും വ്യത്യസ്തനായി അദ്ദേഹം നിൽക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.